സിനു, കൊച്ചിന് ആര് ചെലവ് കൊടുക്കും? എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കൊച്ചാണെങ്കിൽ അല്ല, കൊച്ചാണെങ്കിൽ ഞാൻ ചെലവിന് കൊടുക്കണം. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ ചെലവ് കൊടുക്കുന്നത്. പിന്നെന്താ ചോദ്യത്തിന് എന്ത് പ്രസക്തി? ഇത് സുപ്രീം കോടതിയോട് ചോദിക്കണം. അതാണ് തമാശ. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു. എ എന്ന് പറയുന്ന ഒരാൾ ബിയെ കല്യാണം കഴിച്ചു. ഓക്കെ. എ എന്നിട്ട് സ്ഥലത്തില്ല, ഭാര്യയാണ് ബി, ഭാര്യയുടെ ബി. പക്ഷെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ, അപ്പം ഭർത്താവിൻ്റെ എ സ്ഥലത്തില്ലാത്തപ്പോൾ ബി പ്രഗ്നൻ്റ് ആയി പ്രസവിച്ചു. എ പറയുന്നു എൻ്റെ കൊച്ചല്ല, എനിക്ക് ആക്സസ് ഇല്ലാത്ത സമയത്താണ്. പക്ഷെ ബി പറയുന്നു അങ്ങനെയല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, ഇത് നിങ്ങളുടെ കൊച്ചു തന്നെയാണ്, എനിക്ക് നിങ്ങൾ ചെലവിന് തന്നേ പറ്റൂ. അവസാനം തർക്കമായി കോടതി ചെന്ന് സുപ്രീം കോടതി വരെ എത്തി. അപ്പോൾ സുപ്രീം കോടതി സമീപകാലത്ത് ഒരുപാട് കോമഡി വിധികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കോടതി പറഞ്ഞു എക്ക് സംശയമുണ്ട് ബിയിലുണ്ടായിരിക്കുന്ന കൊച്ച് തൻ്റെതല്ലെന്ന് എക്ക് സംശയമുണ്ട്. എ ആ സമയത്ത് ഇല്ലെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൊച്ചു ജനിച്ചു. കൊച്ചിൻ്റെ സ്വകാര്യത, അവൻ്റെ ഈ സാമൂഹ്യ മേൽവിലാസം, അല്ലെങ്കിൽ തന്തയില്ലാത്ത കൊച്ചെന്ന് പറയും, അതുകൊണ്ട് അവൻ്റെ സാമൂഹ്യ മേൽവിലാസം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ എ പറയുന്ന ന്യായത്തെക്കാളും പ്രധാനം കുട്ടിയുടെ ക്ഷേമമാണ്. അതുകൊണ്ട് കൊച്ചിന് എ തന്നെ ചെലവ് കൊടുക്കണം. കൊച്ചിന്റെ ഭാവിയെ കരുതി അച്ഛൻ എന്ന് പറയുന്ന ആൾ അച്ഛനോ അമ്മയുടെ ഭർത്താവ് ചെലവ് കൊടുക്കണം. ഇതാണ് എങ്ങനെയുണ്ട്? വല്ലാത്ത വിധിയാണ്. വല്ലാത്ത വിധിയാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയാണ്. അതായത് ഇന്ത്യൻ തെളിവ് നിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 112 പ്രകാരം ആണ് കോടതിയുടെ ഈ വിധി. സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇംഗ്ലീഷിലെ ചില ഓൺലൈൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്തത്? കാരണം ഈ കോടതി വാർത്തകളെ സീരിയസ് ആയി സമീപിക്കുകയും അതിനെ അത്തരത്തിൽ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കുറവായതുകൊണ്ടാവാം. ഏതായാലും വളരെ രസകരമായ ഒരു വിധി അഡൾട്ടറി എന്ന് പറഞ്ഞൊരു വകുപ്പ് നമ്മുടെ ശിക്ഷാ നിയമത്തിൽ ഇന്ത്യൻ പീനൽ കോഡിലുണ്ടായിരുന്നു. അതായത് ഭാര്യ മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടായാൽ ഡിവോഴ്സിന് കാരണമായി പരിഗണിക്കാം. അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമായിരുന്നു. അപ്പോഴും ഒരു പരിഗണന ഉണ്ടായിരുന്നു. ഒരാളുടെ ഭാര്യ മറ്റൊരാളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ആ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനെ മാത്രം ശിക്ഷിക്കുന്നതായിരുന്നു നമ്മുടെ നിലവിലുണ്ടായിരുന്ന നിയമം. അതേ തുടർന്ന് കുറേ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അവസാനം കോടതിയിലെത്തിയപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ഏതാനും വർഷങ്ങൾക്ക് പറഞ്ഞു ഭാര്യ ആരുടെയെങ്കിലും ആയിരിക്കും, പക്ഷെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ആളുമായി, സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു കുഴപ്പമില്ല. അതായത് ലോകത്ത് ആരുടെ ഭാര്യയ്ക്കും ആരുമായും, ഭർത്താവല്ലാത്ത ആരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അത് കുറ്റകരമല്ല, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് നമ്മുടെ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അത് കടന്നിട്ടാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു കൊച്ചിൻ്റെ അച്ഛൻ ആരാടെന്ന് അവിടെ ഇരിക്കട്ടെ, പക്ഷേ തൻ്റെ ഭാര്യയ്ക്കാണ് ഈ കൊച്ചുണ്ടായെങ്കിൽ താൻ ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കേസിൽ ഈ പറഞ്ഞ ഹർജിക്കാരുടെയൊക്കെ പേര് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പേരുകൾ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഇതൊരു വിവാദമാകാവുന്ന ഈ കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാവുമല്ലോ. സുപ്രീം കോടതിയും പറയുന്നത് കൊച്ചിൻ്റെ സ്വകാര്യത, കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ ക്ഷേമം, ഇതൊക്കെ പ്രധാനമായതുകൊണ്ട് തള്ളയുടെ ഭർത്താവ് ആരാണോ അയാൾ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കോടതി ഇത് സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പേരുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ചില മൂല്യങ്ങളുണ്ട്. ഇപ്പൊ തന്തയില്ലാത്ത കൊച്ച്, തന്തയില്ലാത്തവനെന്ന് ആരെങ്കിലും വിളിച്ചാൽ അടിയപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? ആ പിതൃത്വം എന്ന് പറയുന്നത് വളരെ പാവനമായ ഒന്നായിട്ടാണ് നമ്മൾ കരുതുന്നത്. മാതൃത്വം പോലെ തന്നെ മാതൃത്വം തെളിയിക്കേണ്ട കാര്യമില്ല. അമ്മ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ചിലർ പറയാറുണ്ട് അച്ഛൻ ആരാണെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ്, അമ്മ ചൂണ്ടിക്കാട്ടുന്ന ആളാണ് അച്ഛൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറയാണ്, ഇപ്പം അമ്മ പറയുകയാണ് നിന്റെ അച്ഛൻ എ ആണ്, എ സ്ഥലത്തുമില്ല, എ 3 വർഷമായിട്ട് ഗൾഫിലാണ്, പക്ഷേ അച്ഛൻ എ ആണെന്ന് പറഞ്ഞാൽ അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ സമീപകാലത്ത് സുപ്രീം കോടതികളിൽ നിന്ന് വളരെ സുപ്രീം കോമഡികളായി തോന്നാവുന്ന ഒരുപാട് വിധികൾ വരാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വിധിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ചില ആളുകൾ പറയുന്നത് ഇത് മഹത്തായ വിധിയാണ്. കാരണം മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് അവൻ ആവശ്യപ്പെട്ടിട്ടല്ല, അവനങ്ങ് ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അന്തസ്സ്, അവൻ ഈ ഭൂമിയിൽ എല്ലാ പൗരന്മാരെ പോലെയും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്, അധികാരവുമുണ്ട്. അതുകൊണ്ട് അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധി മഹത്തായ വിധിയാണ് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ അവൻ്റെ വീട്ടിൽ ഈ പറയുന്നവൻ്റെ ഭാര്യ അയലോക്കക്കാരൻ്റെ ഒരു കൊച്ചിനെ പ്രസവിച്ചാൽ ഇദ്ദേഹം എന്ത് ന്യായം പറയും? ഈ
വാദത്തെ ന്യായീകരിക്കുന്ന ആളുകൾ ആലോചിക്കണം. മനുഷ്യാവകാശത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. സ്ത്രീ, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഉൽപ്പാദന ഉപകരണങ്ങളാണെന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും എംഗൽസും കൂടി എഴുതിയ അതിൻ്റെ ആദ്യത്തെ വാചകം യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാനിഫെസ്റ്റോ ആരംഭിക്കുന്നത്. എന്ന് പറയുന്ന പോലെ എല്ലാ ഉൽപ്പാദന വസ്തുക്കളും പൊതു ഉടമയിലാവണം എന്ന് പറഞ്ഞാൽ സ്ത്രീയും ഒരു ഉൽപ്പാദന വസ്തുവാണ്. അതുകൊണ്ട് അതിന് പൊതു ഉടമസ്ഥാവകാശം വേണമെന്നോട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്ലാം പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് കൃഷിയിടമാണ്. ഇപ്പോൾ നീതിപീഠവും ഇപ്പോൾ അത്തരത്തിലൊരു കാഴ്ചപ്പാടിലേക്ക്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ആർക്കും വിളവിറക്കാവുന്ന, വിത്തിറക്കാവുന്ന ഒന്നാണ്. പക്ഷെ അതിൻ്റെ നോട്ടക്കാരൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കണം എന്ന തരത്തിൽ പറയുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെയാണ് എനിക്ക് തോന്നുന്നത് ഈ RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവത് കഴിഞ്ഞ വിജയദശമി പ്രസംഗത്തിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ഒന്ന്, ഇന്ത്യയെ സമീപകാലത്ത് ഗ്രസിച്ചിരിക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട ഭീഷണികൾ, പല ഭീഷണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം അത് അക്കമിട്ട് പറഞ്ഞു. ഒന്ന് അർബൻ നക്സലിസം. നമുക്കറിയാം അർബൻ നക്സലിസത്തിൻ്റെ ഒരു രീതി. അവരാരെയൊക്കെ സഹായിക്കുന്നു, ആരുടെയൊക്കെ സഹായം തേടുന്നു, മതപരിവർത്തനവാദികളുടെ പോലും സഹായം തേടുന്നു. നമ്മൾ ബസ്തറിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ കഥ വിവാദമായി കഴിഞ്ഞതുള്ളൂ. അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിന് പോലും പ്രവേശനമില്ലാത്തടത്ത് മതം മാറ്റ ലോബികൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ള ചർച്ചാ വിഷയമാണ്. അപ്പോൾ മാവോയിസ്റ്റുകളുമായിട്ട് ഇത്തരക്കാർക്ക് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചില അലിഗേഷൻസ് ഉയർന്നു വന്നു. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, വോക്കിസം എന്ന് പറയുന്നത് കാര്യമായി നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വോക്കിസം എന്ന് പറഞ്ഞാൽ എന്തച്ഛൻ, എന്തമ്മ, എന്തു കുടുംബം, ഞാൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ. ഞാനൊരു സ്വതന്ത്ര പൗരനാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, എൻ്റെ കുടുംബം അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ മനുഷ്യരെയും പോലെയാണ്. ഞാൻ ഏത് സമയത്തും പുറത്തിറങ്ങി നടക്കാം. അപ്പോൾ ചോദിക്കുന്നത് ഏത് സമയമാണ് അസമയം എന്നുള്ള മറുചോദ്യം വരും. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം എന്താണ്, എനിക്ക് വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാവുക എന്നുള്ളത് എൻ്റെ കടമയല്ല, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ലിവിങ് ടുഗദർ ആയിരിക്കും, ഒരുമിച്ച് താമസിക്കും, കുറച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോകും. ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുന്നതും ശരിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കല്യാണമൊന്നും കഴിക്കേണ്ട, രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, താമസിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എഴുതിയില്ലേ, കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് പീഡനമാണെന്ന് കണക്കാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തു നോക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ യഥാർത്ഥത്തിൽ പോകുന്നത് ലിവിങ് ടുഗദർ. ഇപ്പം ആണും പെണ്ണും ഒരുമിച്ച് ഇപ്പോൾ താമസിക്കുന്നത് പൊതുവിൽ സമൂഹം അംഗീകരിച്ചിരിക്കുന്നത് കല്യാണം കഴിച്ചാൽ മാത്രമാണ്. അതെ, അത് വേണ്ട, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഒരു വലിയ മാറ്റം. ആണും പെണ്ണും വിവാഹം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണെന്നറിയോ, ഒരു കുടുംബം ഉണ്ടാകുന്നുണ്ട്. ആണും പെണ്ണും ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നില്ല, കുടുംബം ഉണ്ടാവുന്നില്ല. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശരിയാണ്, അല്ലേ? ഇപ്പോൾ ഈ നമ്മൾ നോക്കൂ, നമ്മുടെ രാജ്യത്തേക്ക് എത്രയോ വർഷം, 1000ഓളം വർഷം വിദേശ ശക്തികൾ, വിദേശ സാമ്രാജ്യത്വ ശക്തികൾ, മതം, ഇസ്ലാം മതം ഒക്കെ ഇവിടെ അധിനിവേശം നടത്തിയിട്ടും വലിയ പരിക്ക് നമ്മുടെ സംസ്കാരത്തിന്, ഭാരതീയ സംസ്കാരത്തിന് ഉണ്ടാവാത്തതിന് കാരണം നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചർ ഭയങ്കര റിജിഡായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് വഴിയിൽ വെച്ച് ഒരാൾ തല്ലിയാൽ നമുക്ക് ദേഷ്യം വരും. കാരണം എന്താണ്? നമ്മുടെ രക്തബന്ധം, നമ്മുടെ കുടുംബമാണെന്നുള്ള തോന്നലുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ അതിൽ വലിയൊരു വൈകാരികമായ ബന്ധം മുറുക്കുണ്ടായിരുന്നു. ഈ കുടുംബം വന്ന് ശിഥിലീകരിച്ച് അണുകുടുംബങ്ങളായി. അപ്പോൾ തന്നെ കുടുംബത്തിന് ശൈഥില്യം വന്ന് അതും കൂടെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം വേണ്ട, വിവാഹം വേണ്ട, ഇഷ്ടമുള്ളവർക്ക് ഒരുമിച്ച് കഴിയാം, ഇനി വേറൊരുത്തൻ്റെ ഭാര്യയുമായ അയൽക്കാരനോ പരിചയക്കാരനോ അവിഹിത ബന്ധമുണ്ടാക്കിയാലും അത് കുറ്റകരമല്ല. അപ്പോൾ ഒരാളുടെ ഭാര്യയുമായി വേറൊരുത്തര് അവിഹിത ബന്ധമുണ്ടെന്ന് കണ്ടെത്തുന്നു. സുപ്രീം കോടതി വിധി പ്രകാരം അത് കുറ്റകരമല്ല. നേരത്തെ കുറ്റമായിരുന്നു, ശിക്ഷാർഹമായ കുറ്റമായിരുന്നു. ഇപ്പോൾ അത് കുറ്റകരമല്ല. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യും? ആ ഭാര്യയെ ഉപേക്ഷിക്കും, അല്ലേ? സ്വാഭാവികം. അപ്പം തകർന്ന് എന്താ? കുടുംബം തകരും. അപ്പം മറ്റൊരാളുടെ ഭാര്യയുമായി വേറൊരാൾക്ക് അവിഹിത ബന്ധമുണ്ടാക്കുന്നതിനെ നിയമപരമായി കോടതി സാധൂകരിച്ചാൽ എന്താ സംഭവിക്കുക? കുടുംബമില്ലുണ്ടാവും. അപ്പോൾ ഇതാണ് വോക്കിസം. നമ്മുടെ സമൂഹത്തിൻ്റെ ചില മൂല്യങ്ങൾ, കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിനെയൊക്കെ തകർക്കുക എന്നുള്ള വോക്കിസമാണ്. വോക്കിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില വിധികൾ നിർഭാഗ്യവശാൽ നമ്മുടെ കോടതികളിൽ നിന്നുണ്ടായി വരുന്നു എന്ന് പലരും നിരീക്ഷിക്കാറുണ്ട്. നിയമജ്ഞർ പറയാറുണ്ട്, സാമൂഹിക ശാസ്ത്രജ്ഞർ,
പറയാറുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ പറയാറുണ്ട്. അത്തരം വിധികൾ ഈ പറയുന്നത് എതിർലിംഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹം അല്ലേ, അതെ, അതിനും ഏതാണ്ട് നിയമസൗദിയാണ്. ആണും പെണ്ണും കൂടെ കല്യാണം കഴിച്ചാൽ പെണ്ണും പെണ്ണും കൂടെ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന തരത്തിലേക്കുള്ള സ്വവർഗ വിവാഹങ്ങൾ നിയമസാധൂകരണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു. വിവാഹേതര ബന്ധങ്ങൾ നിയമസാധുതയുടെ ഘട്ടത്തിലേക്ക് വരുന്നു. പിന്നെന്താണ്, ലിവിങ് ടുഗദർ നിയമം അംഗീകരിച്ചിരിക്കുന്നു, അതിൽ തെറ്റില്ല എന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ വന്നിട്ട് അതായത് ഒരു മറ്റ് ബന്ധത്തിലുണ്ടാവുന്ന ഒരു അവിഹിത ബന്ധത്തിലുണ്ടാവുന്ന കുഞ്ഞിന് ചെലവ് കൊടുക്കാൻ ഈ കുട്ടിയുടെ ഭർത്താവായിരിക്കുന്ന ആൾ ഉത്തരവാദിയാണെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ വോക്കിസ്റ്റ് വിധികളുടെ ഒരു കേന്ദ്രമായി നമ്മുടെ രാജ്യത്തെ നീതിപീഠങ്ങൾ മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ കേസിൽ ഈ പരാതിക്കാരനായ ഭർത്താവ്, നിസ്സഹായനായ മനുഷ്യൻ, അതെ, കണ്ടവൻ്റെ കൊച്ചിനെ ചുമക്കേണ്ടി വരുന്ന ഈ തന്ത എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ പറഞ്ഞു DNA പരിശോധന നടത്തണം. കോടതി പറഞ്ഞു അങ്ങനെ DNA പരിശോധന എപ്പോഴും നടത്താൻ പറ്റില്ല. നോക്കൂ, DNA പരിശോധനയൊന്നും എപ്പോഴും നടത്താൻ പറ്റില്ല. കാരണം അത് കൊച്ചിൻ്റെ ക്ഷേമത്തെ ബാധിക്കും. DNA പരിശോധനയിലൂടെ ഇയാളല്ല എന്ന് തെളിയിക്കപ്പെട്ട ആ കുഞ്ഞിനെ പിന്നെ ആരേറ്റെടുക്കും? ചെലവിന് കൊടുക്കാനുള്ള പൈസ അല്ലേ? അപ്പോൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് പരമ്പരാഗതമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന നമ്മുടെ സമൂഹത്തെ ഒന്നായി ചേർത്ത് നിർത്തിയിരുന്ന ചില മൂല്യങ്ങൾ കയ്യിൽ നിന്ന് പോവുകയാണോ, അതോ മൂല്യങ്ങളെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ മറ്റു മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്തത്. ഇത് അറിയണം ആളുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.